ഇന്നത്തെ വീഡിയോ ഗർഭകാലത്തിന്റെ 22ാമത്തെ ആഴ്ചയെക്കുറിച്ചാണ്. ഈ ഒരാഴ്ചയിൽ ഗർഭിണിയിൽ കാണിക്കുന്ന പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണ്, കുഞ്ഞിന്റെ വളർച്ച, ഗർഭിണി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഒരു ഗർഭിണിയിൽ 22ാമത്തെ ആഴ്ചയിൽ കാണിക്കുന്നത് നോക്കാം. ഈ ഒരു 22ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഗർഭിണിയുടെ വയറ് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ക്ഷീണം ചില ദിവസങ്ങളിൽ കൂടുതലായിട്ടായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ മറ്റു ചില ദിവസങ്ങളിലൊക്കെ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും ആള്. ഉറക്കത്തിന്റെ പ്രശ്നം കൂടുതലായിട്ട് ഈ ഒരു വീക്കിൽ കാണാറുണ്ട്. രാത്രി കാലങ്ങളിൽ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കൂടുതലായിരിക്കും. ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചരിച്ചിൽ, കോൺസ്റ്റിപ്പേഷൻ, കയ്യിലും കാലിലും ചെറിയ രീതിയിൽ നീര് വരുന്നതൊക്കെ കാണാം. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് നീരൊക്കെ കാലിൽ വരികയാണെങ്കിൽ ഡോക്ടറെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നീര് പെട്ടെന്ന് വരുന്നത്. അതുപോലെ യൂട്രസ് വലുതാകുന്നതിനനുസരിച്ച് തന്നെ യൂട്രസിന്റെ പ്രഷർ ബാക്കിലേക്ക് വരുന്നത് കാരണം നടുവേദന കൂടുതലായിരിക്കും. അതുപോലെ കാലിലെ ഞരമ്പുകളിലേക്ക് പ്രഷർ വരുന്നത് കാരണം വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ ചിലർക്ക് മസിൽ കൊച്ചുപിടുത്തവും കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ അലർജി വരാനുള്ള സാധ്യത ഈ ഒരു വീക്കിൽ കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ചു നേരം നടക്കുകയോ സ്റ്റെപ്പൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിതപ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നാം. ചെറിയ രീതിയിലുള്ള വയറുവേദന കാണാറുണ്ട്. എന്നാൽ ശക്തമായിട്ടുള്ള വയറുവേദനയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ വെജൈനൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും. ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഗർഭിണിക്ക് കിട്ടിത്തുടങ്ങുന്നതാണ്. ചിലർക്ക് ചില ദിവസങ്ങളിൽ തലകറക്കം കൂടുതലായിരിക്കും. അതുപോലെ വയറ് വലുതാകുന്നതിനനുസരിച്ച് അവരുടെ പൊക്കിൾ പുറത്തേക്ക് തള്ളുന്നതാണ്. ഇനി 22ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞ് ഈ ഒരു വീക്കിൽ പുറത്തുള്ള കാര്യങ്ങളോട് കുറച്ചുകൂടെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. കുഞ്ഞിന്റെ കണ്ണ് ഈ വീക്കിലും അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ കുഞ്ഞ് ലൈറ്റിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ കുഞ്ഞ് സൗണ്ടിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അമ്മയുടെ സ്പർശനവും അമ്മയുടെ സൗണ്ടും കുഞ്ഞിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുഞ്ഞിന്റെ തലച്ചോറിന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ചുണ്ടുകൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ ഒരു ടൈമിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ പൂർണ്ണമായിട്ട് രൂപം കൊള്ളുന്നുണ്ട്. പാൻക്രിയാസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ കൺപീലി, കൺപിരിക്കം, ഹെയർസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. കുഞ്ഞിന്റെ മൂക്കിപ്പോ നല്ല ഷേപ്പിലായിട്ടുണ്ടാവും. കുഞ്ഞിന്റെ കഴുത്തിലെ ബോൺസ് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. കുഞ്ഞ് വയറിനകത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും. തിരിയുകയും മറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അംബലിക്കൽ കോഡ് പിടിക്കുന്നുണ്ടാവും കുഞ്ഞ്. അതുപോലെ കുഞ്ഞ് വിരല് സക്ക് ചെയ്യുന്നുണ്ടാവും. കുഞ്ഞിന് അമ്മ ശ്വസിക്കുന്നത്, അമ്മയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. കുഞ്ഞിന്റെ ഹാർട്ട് ഓരോ മിനിറ്റിലും 120 മുതൽ 160 തവണ മിടിക്കുന്നുണ്ടാവും. ഈ ഒരു വീക്കിൽ കുഞ്ഞിന്റെ നീളം എന്ന് പറയുന്നത് 27 സെന്റിമീറ്ററും കുഞ്ഞിന്റെ തൂക്കം എന്ന് പറയുന്നത് 430 ഗ്രാമും ആയിരിക്കും. ഇനി ഗർഭിണി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു വീക്കിൽ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കുക. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. റെസ്റ്റും കാര്യങ്ങളൊന്നും പറയാത്തവരാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യാം. 30 മുതൽ 45 മിനിറ്റ് എങ്കിലും ഒരു ദിവസം നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുഞ്ഞ് ഈ ഒരു വീക്കിൽ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കുഞ്ഞിനോട് സംസാരിക്കാവുന്നതാണ്. ബ്ലഡ് ഷുഗർ ലെവല്, BP, ഹീമോഗ്ലോബിൻ ലെവലൊക്കെ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കഴിക്കാതിരിക്കുക. എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.